ഗാനങ്ങളുടെ ആലാപന വിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. വെൽക്കം ടു മെലോ ബ്യൂട്ടി സോപ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. സംഗീതവേദിയിൽ പാട്ടിന്റെ ചന്തവുമായി തലസ്ഥാന നഗരിയിൽ നിന്നും എത്തുന്നു നമ്മുടെ സൗഭാഗ്യം. വെൽക്കം പൂജക്കുട്ടി ഓൺ സ്റ്റേജ്. നല്ല രസമുണ്ടല്ലോ പൂങ്കാവനമൊക്കെ. മക്കളെ നീ എന്തോടി മൊത്തം മഞ്ഞ കളർ അടിച്ചോണ്ട് വന്നിരിക്കുന്നേ? മഞ്ഞക്കിളി നല്ല രസമുണ്ട്. പക്ഷെ മറ്റേ ഷൂസ് കൂടെ മഞ്ഞയായിരുന്നു. ഷൂസ് മഞ്ഞ കിട്ടിയില്ല, അതുകൊണ്ട് ഒരു ഹണി ബി ആയിട്ട് വന്നു. ദാണ്ടെ അങ്ങോട്ട് നോക്ക, അവിടെ ഒരുത്തൻ വെറുതെ അല്ല ഇത് എവിടെ അവിടെ ഒരു ടോപ്പ് സിംഗർ നടക്കുന്നു. അയ്യോ സന്തോഷം. അവൻ ആരെയൊക്കെയോ ചവിട്ടണമെന്നുണ്ടോ? വരട്ടെ മോനെ, വെയിറ്റ് 2 വർഷം കൂടെ തന്നു കഴിഞ്ഞാൽ നിനക്ക് മീനൂട്ടിയെ ചവിട്ടാൻ ഒരു അവസരം. കൈ വിട്ടണോ അതിന്? എനിക്കൊരു പേര് വേണം. പേരോ? ഇത് അങ്ങളെ ചോദിച്ചു വാങ്ങി. എനിക്ക് അന്നൊരു പേരിട്ടായിരുന്നു ജംബുലി എന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ഒരു പേര് നമ്മൾ ഈ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 4 പേരും തീരുമാനിക്കും. എന്താണ് നല്ല സമയം നോക്കി അവളെ അങ്ങ് വിളിച്ചേക്കാം. മക്കളെ ഏതാ പാടുന്നേ? മാരിവിൽ പൂങ്കോയിലെ. ഗുഡ് സോങ്. താങ്ക് യു അങ്കിൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു.
മോളെ പൂസ എന്തോ കാലക്കിയില്ലേ? താങ്ക് യു കാരണം നല്ലൊരു ശബ്ദമാണ്. മനന്നൊന്ത് പാടുമേ എന്നൊക്കെ പാടുമ്പോൾ നല്ല ക്ലാരിറ്റിയാണ്. എല്ലാ സ്ഥലത്തും നല്ല ക്ലാരിറ്റിയാണ് വോയിസിന്, ഒരു രക്ഷയില്ല. പക്ഷേ മോളൊന്ന് ശ്രദ്ധിക്കണം പാടും. ഓരോ നോട്ടും കൃത്യമായിട്ട് മോക്ക് പാടാൻ പറ്റും. പക്ഷേ വേറെ എവിടേക്ക് ആലോചിച്ചിട്ട് കണ്ണുനീരൊപ്പുന്നത് മറ്റേത് ഇതിൻ്റെ ആക്ഷൻ ഡ്രാമ കാണിക്കുന്നതല്ല. ആ സ്ഥലത്ത് കറക്റ്റായിട്ട് വരണം. നല്ല കഴിവുള്ള ഒരു സൗഭാഗ്യമുള്ളൊരു കുട്ടിയാണ്. താങ്ക് യു ആ അപ്പം നമ്മൾ വിട്ടുകൊടുക്കരുത്. ഇത് വലിയ കോമ്പറ്റീഷനാണ്. അപ്പം ഈ പാട്ടെന്ന് പറഞ്ഞാൽ പാടിയതിന് ശേഷമേ എന്തും ചിന്തിക്കാവൂ. ഓക്കെ, മോള് നന്നായിട്ട് പാടി. മക്കളുടെ കുഞ്ഞിന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംഗതി മോള് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഏത്? മണിവാൽ പൂങ്കുയിലേ. മക്കളതൊന്ന് പാടാമോ? മണിവാൾ പൂങ്കുയിലേ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഉഗ്രായിട്ട് പാടുന്നു. അതിന് മോക്ക് പിന്നെ ശ്വാസം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം മോളും. അതുപോലെ കറുക പൂപ്പാടത്തെ എന്നുള്ളത് ആ നോട്ട്സും കൃത്യമായിരിക്കണം മോളെ തുടങ്ങുമ്പോൾ കേട്ടോ. ഇതൊക്കെയാണ്, പിന്നെ വേറെ അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നന്നായിരുന്നു മക്കളെ കേട്ടോ. മക്കളെ ഇത് ചെറിയ എപ്പോഴും നമ്മൾ പാടുന്നതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം ആ സിംഗിങ് പാർട്ടിൽ. അപ്പം നമ്മൾ ഈ ആക്ഷൻ കാണിച്ചാലും നമുക്ക് അത് മിസ്സായി പോകത്തില്ല. ഇത് ഇങ്ങനെ കുരുവിയെ കാണിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് അവിടുത്തെ സ്വരമൊക്കെ പോയാൽ അത് വിഷമായി പോകും. അപ്പം മക്കൾ അതെപ്പോഴും നോക്കണം. നമുക്ക് പാട്ടാണ് പ്രധാനം. പൂച്ചക്കുട്ടി എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കോസ്റ്റ്യൂമും മണിവാൽ പൂങ്കുയിൽ ഇങ്ങനെ പാടത്ത് വന്നിരുന്ന് പാട്ട് പാടുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് എന്ത് പാട്ട് കൊണ്ടുവന്നാലും മോൾ അതിനിടയിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫൺ എലിമെന്റ്, ഒരു എന്താ പറയുക, ഒരു മസാലക്കൂട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ അങ്കിള് MG അണ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് വെരി റെലവൻ്റ് ആണ് കേട്ടോ. പിന്നെ മോള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ചില അക്ഷരങ്ങൾ മോള് പ്രൊനൗൺസ് ചെയ്യുന്നത് റാ വരുമ്പോൾ എപ്പോഴും മോള് രാ പറയും. മനസ്സിലാവണ്ട? അത് ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും ചില ആളുകൾ നമ്മൾ ചില വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി ആയിരിക്കാം. ഇപ്പം മൂളി എന്ന് പറയുമ്പോൾ മൂലി, അതുപോലെ കുറുകുന്നുള്ള കുരുകുന്നു എന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വേർഡിൻ്റെ മീനിങ് തന്നെ വേണമെങ്കിൽ മാറാം. ഒരു ഡിക്ഷൻ എന്നുള്ളൊരു ആ സൈഡ് മോളൊന്ന് ചെക്ക് ചെയ്യണം. യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. മക്കളെ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കണം വയ്ക്കാം. നല്ല വോയിസ്, പ്രത്യേകിച്ച് മക്കളുടെ ഹൈ ടോൺ, ഹൈയിൽ പാടുമ്പോ ടോൺ ഭയങ്കര രസമാണ്, സൂപ്പറാണ്. നല്ല എക്സ്പ്രഷൻസ് കൊടുത്തു എന്ന്, സംഗതികളെല്ലാം നല്ല ഫീലായിട്ട് പാടി കാണിച്ച്. എത്രയും ക്യൂട്ടായിരുന്നു ഡാൻസ്. പിന്നെ വേർഡ്സിന് കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കണം എന്നുള്ളത് ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മക്കൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിനു മുമ്പ് പാടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു മൂഡ് ഔട്ട് പോലെ തോന്നി. പക്ഷെ അതൊക്കെ മാറിയിട്ടോ, ഇപ്പൊ നല്ല ഇംപ്രൂവ് ആയി. ടോട്ടലി ഗുഡ് ഇംപ്രൂവ്മെന്റ് എന്ന് എഴുതിയിരുന്നു. കാരണം നമ്മൾ മെഡിക്കല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അപ്പൊ പൂസ, ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് we are giving you 97 out of 100. താങ്ക് യു പൂസ, we are giving you a supreme. താങ്ക് യു ആടി ഒരു പൂസ പൂക്കുറ്റി. താങ്ക് യു Congratulations, you are awarded a supreme. താങ്ക് യു All the best. താങ്ക് യു All the best. Bye-bye. മാരിവിൽ പൂങ്കുയിലേ മണിവാൾ പൂങ്കുയിലേ. നമുക്കൊരു പൂമ്പാറ്റയെ വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, വെൽക്കം സഞ്ജക് തക്കുട്ടി ഓൺ സ്റ്റേജ്. വലതുകാല് വെച്ച് വരൂ പൂമ്പാറ്റെ. അയ്യോ, അറിയാതെ ഇടതുകാല് വെച്ചും പോയി. വെച്ച് കഴിഞ്ഞിട്ടാ പറഞ്ഞത്. വെരി ബാഡ്. സാരമില്ല മോളെ, ഇടതും വലതും ഒക്കെ ഒരുപോലെ. മക്കളെ, ഏത് പാട്ടാണ് ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത്? പുലർക്കാല സുന്ദര. രവീന്ദ്ര മാസ്റ്റർ. അയ്യോ, സൂപ്പർ സൂപ്പർ. വെരി ഓൾ ദി ബെസ്റ്റ് മക്കളെ. All the best. All the best. All the best. താങ്ക് യു ചേച്ചി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി.
പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീരദശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി. നീരദശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ചേമോദ നിർജ്ജരെ പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ചേമോദ നിർജ്ജരെ പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മക്കളെ, മോളെ പറ്റി പറയുന്നതിന് മുമ്പ് രണ്ടുപേരെ പറ്റി പറയണം. ഒന്ന് രവിചേട്ടൻ, രവീന്ദ്ര മാഷ്, പിന്നെ ഭാസ്കരൻ മാഷ്. വരികളും സംഗീതവും ആലാപനവും നന്നാകുമ്പോഴാണ് ഒരു പാട്ട് എവർഗ്രീനായിട്ട് മാറുന്നത്. അതങ്ങനെ സംഭവിച്ചു. ഈ പാട്ടിലുടനീളം മോള് ശ്രദ്ധിക്കാത്തൊരു കാര്യം പറയാം. മോള് പാടിയതിനെ കുറിച്ചല്ല, ഈ പാട്ടിൽ ആദ്യത്തെ ആ ഫ്ലൂട്ട് ബിറ്റ് കണ്ടു, അത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഒരു ചിത്രശലഭം പറന്നു പോകുന്നു. വേണമെന്നുണ്ടെങ്കിൽ അത് പ്ലെയിൻ ആക്കാം, മാഷർക്ക് വേണമെങ്കിൽ അത് പ്ലെയിൻ ആക്കാം. പക്ഷെ ഒരു ചിത്രശലഭം പറന്ന് ചിറകടിച്ച് പോകുന്നതിൻ്റെ ഒരു ഫീലിലാണ് അത് വായിച്ചിരിക്കുന്നത്. ആ ഫ്ലൂട്ട് ബിറ്റ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ കാര്യങ്ങളും ഒരു ചിത്രശലഭം വന്നിരിക്കുന്നതും സ്വപ്നവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പാട്ടിനോട് ചേർന്ന് കിടക്കുകയാണ്. ബീജവും പാട്ടും എല്ലാം, മാഷുടെ വരികളും. ആ ഫ്ലൂട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ബിറ്റ് കണ്ടോ, ഒരു ചിത്രശലഭം ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നിയില്ലേ? അതാണ് മാഷ്. മോള് പാടിയത്
മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാഗഭാവം കുറച്ചുകൂടെ വന്നാൽ കൊള്ളാം, എന്നാലും നന്നായിട്ട് പാടി. പാറി എന്നുള്ള സ്ഥലത്ത് കുറച്ച് പല്ലവിയിലെ കുറച്ചൊരു ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സൂര്യനും താരാഗണങ്ങളും അവിടെ ഒരു ശക്കലം, ഇതെല്ലാം പറയുന്ന അങ്കിൾ പറയുന്ന ഒരു പൊടി. പിന്നെ ഈ സംഗതി പാടത്തില്ലേ, ആ സംഗതി കുറച്ചുകൂടെ രാഗത്തിൻ്റെ ഒരു ഭാവമായിട്ട് ചേർന്ന് വന്നാൽ കൊള്ളാം. പാടിയത് ഗംഭീരമായിട്ട് പാടി. പക്ഷേ ഈ രാഗം പഠിച്ചിട്ട് പാടുമ്പോഴും പഠിക്കാതെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസം, ഒരു ചെറിയ സ്പാനർ, അത്രേ ഉള്ളൂ. ആ ചെറുത് ഇഞ്ഞെടുക്കാൻ പറയത്തില്ല, അതുകൊണ്ട് ചെറുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. ഈ കുറച്ച് സംഭവങ്ങൾ അത്രേ ഉള്ളൂ. ഇത്തിപ്പൂരം. സംയുക്ത, എന്തോ നല്ല പാട്ട് മോളെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാഷ് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കാസറ്റ് പ്ലേ ചെയ്ത് മക്കളെ ഇത് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ചന്ദ്രശേഖർ സാറാണ്, കീബോർഡ്. അദ്ദേഹം ഗിറ്റാറിസ്റ്റാണ്, ഇളയനിലയൊക്കെ അല്ലേ, അത് വായിച്ച ആളാണ് ചന്ദ്രശേഖർ സാർ. അപ്പോൾ അദ്ദേഹം കീബോർഡ് പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഇത് ചെയ്യുന്നത്. ശരത്തങ്കിളിന് ഫസ്റ്റ് പടം ക്ഷണക്കത്ത് ചന്ദ്രശേഖർ സാറായിരുന്നു പ്രോഗ്രാം ചെയ്തത്. അപ്പം പെട്ടെന്ന് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ നവീനും കല്യാൺ സാറൊക്കെ ഉണ്ട് ഈ പാട്ടിന്. കുറേ സന്തോഷം മക്കളെ, അങ്ങനെ കുറേ ഓർമ്മകൾ തന്നതും. രവീന്ദ്ര മാഷ് നീ പാടുമ്പോഴും മാഷിൻ്റെ അടുത്തിരുന്ന് ഈ പാട്ട് കേൾക്കുന്ന പോലെ തോന്നി, ഒരു സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സഞ്ജു കുഞ്ചു, എന്തോ ഏറ്റവും സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങാൻ പറ്റിയ എന്തൊരു നല്ല പാട്ടാണ്. എനിവേസ് മാഷിൻ്റെ കോമ്പസിഷൻ്റെ ഒരു ബ്യൂട്ടി MG അണ്ണൻ ഡിസ്ക്രൈബ് ചെയ്തു. അത് എക്സാക്ട്ലി അതൊരു വലിയൊരു സംഭവമാണ്. അത്തരം ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് ഒരു കമ്പോസറിനെ അത്ര വ്യത്യസ്തനാക്കുന്നത്. എനിവേസ് മോള് നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെയൊക്കെ കോമ്പസിഷൻസ് എല്ലാം അല്ലേ വെരി ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളല്ലേ. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് അതും കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു ഭയങ്കര ബ്യൂട്ടി ആയേനെ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ബട്ട് യു ഹാവ് ഡൺ വെൽ, ഡീസൻ്റ്ലി ആൻഡ് വെരി ഗുഡ്. ആക്ച്വലി ഡീസൻ്റ്ലി എന്ന് പറഞ്ഞാൽ പോരാ, യു ഹാവ് ഡൺ വെൽ കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, ആദ്യം തന്നെ ഭാസ്കരൻ മാഷ്, രവീന്ദ്ര മാഷ്, ഇത് പാടിയ ചിത്ര ചേച്ചി, എല്ലാവർക്കും ഒരു നമസ്കാരം. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്ങാണ് ഇത് എപ്പോഴും. കാരണം നമ്മുടെ കൊച്ചിലെ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ആ ഓർക്കസ്ട്രേഷൻ ഫസ്റ്റുള്ള ഗപഗരി സ സ സ സ നിസരി, ഇത് ആ നിസരി നിർത്തുമ്പോൾ ഈ രാഗത്തിന് ഋഷഭം ഭയങ്കര നമ്മളെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ്. ഈ ഓർക്കസ്ട്ര ഫസ്റ്റത്തെ ആ ബീജിയം കേൾക്കാനായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. എനിക്ക് അത്രയങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ എനിക്കെന്നല്ല, എല്ലാവർക്കും. അപ്പോൾ ഇത്രയും നല്ലൊരു പാട്ട് മക്കൾ സെലക്ട് ചെയ്തതിന് ആദ്യം ഒരു താങ്ക് യു. മോള് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോള് നന്നായിട്ട് പാടി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ പുലകാല സുന്ദര, അവിടെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വിരുത്തം പാടുമ്പോൾ. മോള് കുറച്ച് വേണമെങ്കിൽ ഒന്ന് വിബ്രാറ്റോ കുറയ്ക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അത് മാത്രമേ തോന്നുള്ളൂ, പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വപ്നത്തിൽ ഞാനൊരു അവിടെ ഒരു എനിക്ക് തോന്നണം മോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വിബ്രാറ്റോ മാറും തോന്നണു അല്ലേ. ഞാൻ എന്താണേലും മക്കൾ ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മലയമാരതായതുകൊണ്ട് ഒരു 2 വരി ഒരു ഭക്തിഗാനം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട തിരുവാഭരണം എന്നൊരു കാസറ്റില് അതൊരു 2 വരി പാടാം. ബിന്നി, അല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ബിന്നി ഇപ്പൊ പറയുമ്പോൾ തന്നെ എനിക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി പറയാനുള്ള സംഭവങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. പറയൂ ചേട്ടാ. അല്ല ഞാൻ പറഞ്ഞില്ലെന്നത്. കാര്യം എൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു വിട്ടൊക്കെ ബിന്നി പറയുമ്പോൾ അതിന് എന്തെങ്കിലും ബിന്നിയെ കളിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, വീട് പൂട്ടി കുറ്റിയിടും, പിന്നെ വെളിയിൽ കിടക്കണം. ഞാനത് പിന്നെ അടുത്ത് പറയാൻ ചെയ്തു. എനിക്ക് ഞാൻ ഫസ്റ്റ് ബീജിയം കേൾക്കുമ്പോൾ ഞാൻ അപ്പം ആലോചിച്ചത് അപ്പം ബീജിയം കേട്ടിട്ട് പാട്ടങ്ങ് ഓഫ് ചെയ്യുമെന്ന്. അത് ചോദിക്കാൻ അയ്യോ ഞാൻ പെട്ടെന്ന് സീതയെ കുറിച്ച് ഓർത്തു, വീടിന്റെ പൂട്ട് ഓർത്തു. എനിക്ക് ഇഷ്ടപ്പെടുന്ന തമാശ ആണെങ്കിൽ അത് എന്നെ കളിയാക്കണം, അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കും. അത് പറയുന്നത് എന്നെയാണോന്ന് ഞാൻ അപ്പൊ ചിന്തിക്കാറില്ല. അത് വെച്ചാൽ എനിക്കത് ഭയങ്കര അല്ല പിന്നെ ആസ്വദിക്കുന്നു എന്നുള്ളത് ഇടയ്ക്ക് സീതയെ വിളിച്ച് പറയണം. സീതക്കുട്ടി ചക്കരമുത്തേ, സീതയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്നാ ഞാൻ 2 വരി പാടാം. ബ്രാഹ്മമുഹൂർത്തമായി കണ്ണനു നിർമാല്യ പൂജയായി, ബ്രാഹ്മമുഹൂർത്തമായി കണ്ണനു നിർമാല്യ പൂജയായി, ഗുരുവായൂരിലെ തിരുനടയിൽ ഭക്ത ജനസഹസ്രങ്ങൾ നിറഞ്ഞു,
ഗുരുവായൂരിലെ തിരുനടയിൽ ഭക്ത ജനസഹസ്രങ്ങൾ നിറഞ്ഞോ ബ്രാഹ്മമുഹൂർത്തമായി കണ്ണനു നിർമാല്യ പൂജയായി. ഗോഡ് ബ്ലെസ് യു മക്കളെ. We are giving you 99 out of 100. താങ്ക് യു സർ. സഞ്ജു കുഞ്ചു എന്തോ we are giving you a super supreme. താങ്ക് യു സർ. ആടി ഒരു സുന്ദര പൂക്കുറ്റി. Congratulations, you are awarded a super supreme. താങ്ക് യു സർ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നമ്മുടെ കുറുമ്പുകൂട്ടിലെ കുഞ്ഞിമണി മുറ്റത്താണ് നമ്മൾ എല്ലാവരും പച്ചിക്കപ്പെടാൻ റെഡി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. വെൽക്കം ഭാമയാമി ഓൺ സ്റ്റേജ്. അയ്യോ എന്റെ ദൈവം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞ മീനുട്ടി, ഒരു കാര്യം ഞാൻ പറയാണ്. ഞാൻ അങ്ങോട്ട് പറയാൻ പോവായിരുന്നു. ഞാൻ പട്ടി അഴിച്ചു വിടും. അയ്യോ പട്ടി അയച്ചു വിടുവെന്ന്. ആ കുഞ്ഞിന്റെ ഇതെന്നെ ഉടുപ്പിന് ചേരാത്ത ഒരു പച്ച കളർ നടുക്ക്. ഞാൻ പൊളിച്ചത്. ഞാൻ കഴിഞ്ഞ തവണ ജെംസ് മുട്ടായി ഒക്കെ കൊടുത്താ വിട്ടത്. മോളെ ഇപ്പൊ എവിടുന്ന് വരിക? ഇങ്ങനെ കൊറേ എണ്ണം ഉണ്ടോ അവിടെ, അതോ ഇത് മാത്രമേ ഉള്ളോ? ഇന്നസെന്റ് ആയിട്ടുള്ള ആളാ. ഓഹോ എം ജി കളി മാജിക് ഒന്ന് കാണും, കാണിച്ചു കൊടുക്ക്. കാണിക്ക്. കാണിച്ചു. കണ്ട ആഹാ. ഓ എന്തൊരു മാജിക് ആയത്. എല്ലാരും ഒരു കൈഡി കൊടുത്തേ. മാജിക് ഭവാനി. ഞാനൊരു മാജിക് കാണിച്ചു തരട്ടെ. ഉപ്പേരി കൊഴുത്തിട്ട് അത് അതിനെ കാട്ടി കൊഴുത്തിട്ടോ. ശരത്തങ്ങൾ ഒരു മാജിക് കാണിച്ചു തരട്ടെ. എന്റെ ഇവിടേക്ക് നോക്ക്. ഇവിടെ ഒരു ചോപ്പ് ലൈറ്റ് കത്തും. ഇപ്പൊ നോക്കണേ. 1 2 3 4 പറ്റിച്ചേ. മോളെ ദേ ഈ വിരലേ, ഈ വിരൽ അങ്കിൾ ഇളക്കി എടുത്ത് മാറ്റട്ടെ. ഈ വിരല് പറ്റുമോ? പറ്റുമോ? വിരല് കണ്ടല്ലോ, കണ്ടല്ലോ. ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ മുറിക്കാൻ പോവാണ്. അയ്യോ ഉണ്ടോ? വിരല് കണ്ടാ? കണ്ടല്ലോ. അയ്യോ അത് മുറിച്ച്. ഹോസ്പിറ്റലിൽ കൊണ്ട് വീണ്ടും ഒന്നിച്ചായി. കണ്ടാ? അസാധ്യം. വഴിക്ക് വാ. കുഞ്ഞ് പാടാനാണോ വന്നത്? ഡാൻസ് ചെയ്യാനാ വന്ന, പാട്ട് പാടാനാ വന്ന. പറ്റിച്ചത്. അയ്യോ കുഞ്ഞങ്ങ് പറ്റി. കുഞ്ഞ് ഏത് പാട്ടാ പാടുന്നേ? തക്കിന് മുന്നേ താറവൻ. Only singing. Ready? 1 2 3 4. All the best. സ്വരം പറഞ്ഞതാ കൊച്ചു. ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ഒരു ഹായ് കൊടുത്തേ. മോളെ അവരെല്ലാം പറ്റിക്കണേ. പറ്റിച്ചേ. കുട്ടി താറാവ്
കുട്ടിത്താറാവ് കുട്ടിത്താറാവ്. ആര് ഞാനോ? മിന്നി ആന്റിയാ. ഞാന പ്രാണിയാണോ? അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അത് മിണ്ടാപ്പുറം. രാഹുലൻ തെറ്റുകാരി. മിന്നി ആന്റി പ്രാണി. കുതിര. ഓ നല്ല എന്തെങ്കിലും പറ മക്കൾ. ഉടുമ്പ്. ആ മുടി കണ്ടാണോ? ഞാൻ തരാം. മതി അത്ര ആ മാത്രം. നല്ലൊരു കൈയടി. എല്ലാവരും കൈയടിച്ച് അടിപൊളിയായിട്ട് പാടി. ഫാൻസിനെ നോക്കി കൈ കാണിച്ചതാ. എനിക്ക് ചിത്താത ചിങ്കാത ചിതപ്പിന് ചാന്ത് പിന്നെ ചിപ്പിയോത കുപ്പിയോത വാങ്ങി വതും എന്നൊക്കെ പറഞ്ഞു. അയ്യോ അങ്ങേ കഥ ഇങ്ങേ കഥ നീന്തി വതും അവൾ അങ്ങാതി ഭൂതങ്ങൾ കാണാൻ അയ്യോ എല്ലാം ദായുള്ളൂ ദാ കുഞ്ഞിന്. കുഞ്ഞെ മക്കളെ എന്തൊക്കെയായാലും കലക്കി. സൂപ്പർ. എന്തൊക്കെയായാലും നല്ല വിശേഷം. ആരെങ്കിലും ആ മയക്കൊന്നും off ചെയ്യോ? മക്കളെ യുവർ കരടി സ്പീക്കിംഗ്. മൈ ഡിയർ മക്കളെ നന്നായിട്ട് പാടി. ഇടയ്ക്കിടയ്ക്ക് കൊത്ത പാടും. അത് മൊത്തം കൊത്തയല്ലേ ആ പാട്ട്? കൊഴക്കട്ടയുണ്ടാക്കി തിന്നാമല്ലോ അവസാനം തിന്നാമല്ലോ. ലാസ്റ്റില് അണ്ണാച്ചി പറയും മോളെ നന്നായിട്ട് പാടി കേട്ടാ. മക്കളെ തക്കത്തി മുന്തം താതാവേ അല്ലേ? അവിടൊക്കെ നല്ല അക്ഷരസ്ഫുടതയോടെ വരും. ഇടയ്ക്കിടയ്ക്ക് കൊത്ത വരിക കുഞ്ഞിന്. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മോടെ കരടി മാമന് ഇഷ്ടമായി. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. എട്ടുകാലി സ്പീക്കിംഗ്. എട്ടുകാലിയാണ്. എട്ടുകാലി മമ്മൂഞ്ഞി സ്പീക്കിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഈ താറാവ് നീന്തി വന്നിട്ട് വെള്ളത്തിൽ നിന്ന് കയറി ഒരു ഷെയ്ക്ക് ഉണ്ട്. അത് തന്നെയാണ് ഈ ആശാട്ടി കാണിക്കുന്നത്. സംഗതി പാടാൻ ഐ ലവ് യു പറഞ്ഞോ. പ്രാണി സ്പീക്കിംഗ്. പ്രാണി സ്പീക്കിംഗ്. ഇങ്ങനെ ഒരു കൊച്ചു താമസിക്കുന്നിടത്ത് ആരാ ചൂളം വെക്കുന്നതെന്ന് പറഞ്ഞേ. മിന്നി ആന്റിയാണ് ഈ ചൂളടിക്കുന്നത്. ഹലോ ഇനി 2 മിനിറ്റ് സൈലന്റ് ആയിരിക്കും. അത് അന്നാ golden ഇല്ല brown തരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പട്ടി അയച്ചു കൊടുക്കും. ഉണ്ടായിരുന്നോ? കേസർ കേസർ. അതായത് ആർക്കെങ്കിലും അറിയാമോ ഈ ഭാവയാമി ആരാണ്? ആരാ? 3 വയസ്സിൽ 7 ഭാഷയിൽ 31ഓളം ഗാനങ്ങൾ ആലപിച്ച് 2022 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ഒരു കുഞ്ചരിയാണ് ഈ സാധനം. അറിഞ്ഞില്ല. 7 ഭാഷ അറിയാവോ? 7 ഭാഷ. അതായത് സാൻസ്ക്രിറ്റ്, ബംഗാളി, തെലുഗു, കന്നഡ, തമിഴ്, ഹിന്ദി, മലയാളം ഇതെല്ലാം അറിയാം. മക്കളെ സാൻസ്ക്രിറ്റിൽ 2 പേര് പഠിക്കുക. സാൻസ്ക്രിറ്റ്. सजनी गो सजनी दिन रजनी का तेना जैसे कि बोल तरसे कते जनो अशिना. ഇത് ബംഗാളി ആട്ടോ ചേട്ടാ, ഇത് സംസ്കൃതമല്ല. അതിന്റെ ഞങ്ങൾക്ക് മലയാളം അറിയോ? കദളി ചെങ്കദളി ചെങ്കദളി പൂവേണോ. തെറ്റിപ്പോയി മോളെ. ചെങ്കദളി കൺകദളി ആയിപ്പോയി മോളെ. ഇത് പാട് തെലുഗു. కోడి ఒక్క కోనలో పుంజు ఒక్క కోనలో పిల్లలే మతల్లడిల్లె ప్రేమలేని కానలో. കഴിക്കൂ. അടുത്ത കന്നഡ പാടൂ. ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. കഴിക്കൂ. അടുത്ത തമിഴ് പാടൂ. ഇത് ഹിന്ദി പാടിക്കോ. ഡേറ്റാബേസ് ഉണ്ട്. शायद
അമ്മേ. അപ്പൊ സാൻസ്ക്രിറ്റ് പാടും. ഐഗിരി നന്ദിനി നന്ദിപ്തമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ദ ശിരോദിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുതേ. അപ്പൊ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. മലയാളം പറഞ്ഞു. അപ്പൊ തമിഴ്. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം ഷൊണ്ണേ കായ്ച്ചിന പാല് തരേ കൈക്കണ്ണ ചീനി തരേ കായ്ച്ചിന പാല് തരേ കൽക്കണ്ണ ചീനി തരേ ഉല്ലാസമായി മാടുമേത്ത് ഒരു നുടിയിൽ കൈ നിറയെ വെണ്ണ തരേ വെയിലിലെ പോക വേണ്ടാം കൈ നിറയെ വെണ്ണ തരേ വെയിലിനിലെ പോക വേണ്ടാം മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം. അങ്ങനെ 3 വയസ്സിൽ 7 ഭാഷ പാടിയിട്ട് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേറിയ ഭാവയാമിക്ക് ഒരു വലിയ കയ്യടി. പറ്റിച്ചേ. അപ്പം ഭാവയാമി കുട്ടിക്ക് അടി ഒരു ലിറ്റിൽ ഗോൾഡൻ ക്രൗൺ. അത് പിന്നെ കുറച്ചുകൂടെ കഴിയട്ടെ മോളെ. ഇതാണ് ഗോൾഡൻ ക്രൗൺ. ഇത് ജെംസ് മിഠായി കൊടുത്തിട്ടുണ്ട്, അമ്മയുടെ കൊടുത്തിട്ടുണ്ട്. പുറത്തുണ്ട്, ഓടിപ്പോയി വാങ്ങി റോബി കൊണ്ടുവച്ചു. ഇവിടെ വന്നാലേ ഈ കരടിയില്ലേ, കരടി മാമൻ തിന്നും. കരടി മാമൻ എടുത്ത് പിന്നെ അതേണ്ട മറ്റേ 8 കാലിക്ക് കൊടുക്കും. പിന്നെ പ്രാണിക്കൊക്കെ ഷുഗറാ. പിന്നെ ലാസ്റ്റ് കുതിര വരുത്തില്ല. അറിയുന്തോറും നിറയുന്ന സ്നേഹമാണ് അമ്മ. ഞാൻ വളരെ ലേറ്റായിട്ട് ജനിച്ച ഒരു കുട്ടിയാണ്. കാരണം എൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ, K ഓമനക്കുട്ടി പ്രൊഫസർ, ഡോക്ടറേറ്റ്, അവർ രണ്ടുപേരും കഴിഞ്ഞ് ഒരു 10-15 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക്, അതും അച്ഛനും എൻ്റെ അടുത്തായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. ട്രിവാൻഡ്രത്ത് കരമന സ്കൂളിലെ സംഗീത അധ്യാപക. അപ്പം അവിടുന്ന് ബസ് കയറി വരണമെന്നുണ്ടെങ്കിൽ 10 പൈസ കൊടുക്കണം. കിഴക്കേക്കോട്ടെ വന്നിട്ട് അവിടുന്ന് തൈക്കാട് വരണമെങ്കിൽ. പക്ഷേ അമ്മ നടന്നു വരും. എന്താ കാര്യമെന്ന് അറിയാം, നമ്മളൊരു സമ്പന്ന കുടുംബത്തിലല്ലായിരുന്നു. ഞങ്ങൾ ഹരിപ്പാട് നിന്ന് വരുമ്പോഴത്തേക്ക് ആർക്കും ഒരു ജോലിയില്ല. ചേട്ടന് മ്യൂസിക് അക്കാഡമിയിൽ പഠിക്കുന്നു, ചേച്ചി വിമൻസ് കോളേജിൽ പഠിക്കുന്നു. ചെറിയ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വരുമാനത്തിൽ 40 രൂപ വാടകയ്ക്കാണ് തൈക്കാട് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരൊറ്റ വരുമാനമായിരുന്നു ഞങ്ങളുടെ എല്ലാം പഠിത്തം. അപ്പോൾ ഈ നടന്നു വരുന്ന വേറൊന്നുമല്ല, എനിക്ക് വടയും വാഴയ്ക്കാപ്പും വാങ്ങിച്ചുകൊണ്ട് വരാനാണ്. ആ സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു മാതൃസ്നേഹം. കാരണം എത്ര ദൂരം, ഒരു 6-7 കിലോമീറ്റർ നടന്നു വേണം വരാൻ. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയുമായിരുന്നു, കാരണം എനിക്ക് അമ്മയാണ് എൻ്റെ എല്ലാം. അപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു. ഞാൻ പറയുമായിരുന്നു, അമ്മ മരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ചിതയിൽ ചാടി ഞാനും മരിക്കുന്നു. സത്യം. പക്ഷെ ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നെനിക്കറിഞ്ഞൂടാ. കോളേജ് കുമാരൻ എന്ന സിനിമയുടെ പാട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പാടിക്കൊണ്ട് നിന്നപ്പോഴാണ് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അമ്മ അഡ്മിറ്റഡായി. വീണ് സോഡിയം ഒക്കെ കുറഞ്ഞ് അഡ്മിറ്റഡായി. അത് കാരണം അമ്മ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയായപ്പോഴത്തേക്ക് മരിച്ചു എന്നുള്ള വിവരം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ ലാസ്റ്റ് ലൈൻ പാടി കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആള് പോയി. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. കാരണം എനിക്ക് വാട്ട് ടു ഡു എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനില്ല, കാരണം പോയി. പക്ഷെ ഞാനൊരു മാസത്തേക്ക് അതിനുശേഷം ഞാൻ സംസാരിച്ചിട്ടേയില്ല. അന്ന് ഐഡിയാസ് സാസ്കർ നടക്കുന്ന സമയമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ വലിയ സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൽ വഹാബ് തൊട്ട് എല്ലാവരും അമ്മയുടെ ശവശരീരത്തിൻ്റെ അവിടെ വന്ന് പാദനമസ്കാരമൊക്കെ നടത്തിപ്പോയി. അപ്പോൾ ഓർമ്മയിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ഇന്നും എന്നും എപ്പോഴും അമ്മയുടെ ആത്മാവ്
എൻ്റെ കൂടുണ്ട് എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന തെറ്റുകളിലും അമ്മ എന്നെ എന്തോ ഒരു തടയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഴ്ചയെ തന്നെ ഒരു തടയായിട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും എൻ്റെ അമ്മയുടെ ഓർമ്മകളാണ്, ഒരുപാട് ഓർമ്മകൾ. കണ്ടില്ലേ? എൻ്റെ അമ്മ, ഇത് ഞാനെടുത്തൊരു ഫോട്ടോ ആണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് 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 കാര്യങ്ങൾ അമ്മേ എൻ്റെ മനസ്സിലുണ്ട്. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിൻ്റെ ലോകം. ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്ക് ഈ ജന്മം തന്ന അമ്മയ്ക്ക് എന്താ പറയുന്നത്, ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തൊരു നന്മ എന്ന് പറയുന്നത് മരിക്കുന്നവരെ ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കി. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്കാണ് അമ്മ. അമ്മ റൗണ്ടിൽ പാടാനെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീയ മനീഷ്. വെൽക്കം ശ്രീയ കുട്ടി ഓൺ സ്റ്റേജ്. ശ്രീയയുടെ ചെറുപ്പകാലത്ത് ശ്രീയ കൂടുതലും എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പഠിക്കുന്ന ടൈമിലാണ് ശ്രീയ ജനിച്ചത്. അപ്പോൾ അമ്മ തന്നെ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അതുകൊണ്ട് തന്നെ എന്നെക്കാളും കുറച്ചുകൂടെ എൻ്റെ അമ്മേനോടാണ് മോൾക്ക് അടുപ്പം. ഇവൾക്കൊരു 3.5 വയസ്സായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവളെയും കൂട്ടി ഹസിൻ്റെ കൂടെ ഖത്തറിലേക്ക് പോയി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോകണം, അമ്മമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അധികം കരയുമായിരുന്നു. പിന്നെ അവിടെ സ്കൂളിൽ ചേർത്തു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ മിങ്കിളായി. അതിനുശേഷം ഇവൾ ഞാനുമായിട്ട് കുറച്ചുകൂടെ അടുത്തത്. ഞാനിപ്പോൾ മോളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. കല്യാണം കഴിയുന്നവരെ അല്ലെങ്കിൽ കുട്ടി ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ അമ്മയായിരുന്നു എല്ലാം ചെയ്തു തന്നത്. ഇപ്പോൾ കോളേജിൽ പോകുമ്പോഴും എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കിയത്. മോളെ എന്നെയും ഒരു കൊച്ചുകുട്ടീനെ നോക്കുന്ന പോലെ തന്നെ അമ്മ നോക്കിയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കൂ. ഞങ്ങൾ അമ്മയെ കാണാൻ നോക്കിയിരിക്കായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, ഞങ്ങളുടെ ശ്രീയക്കുട്ടി ഓടി വന്നിട്ടായിരുന്നു നിങ്ങൾ രണ്ടുപേര് സുന്ദരിയായിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷായേ, എനിക്ക് ശിവന്. അപ്പൊ ഞങ്ങളും പറഞ്ഞു കുഞ്ഞിന്ന് സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ. അപ്പൊ ഉടനെ ഇവിടെ ചാടി പറഞ്ഞു ഇതൊന്നും അല്ല, നിങ്ങൾ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, അമ്മ ഭയങ്കര സുന്ദരിയാ, എല്ലാവരും പറയാറുണ്ട് എന്റെ കഴിഞ്ഞ സുന്ദരിയാന്നൊക്കെ. അമ്മയ്ക്ക് എന്തൊരു ബിൽഡപ്പ് ആയിരുന്നു അറിയോ. അമ്മ സുന്ദരിയാ കുഞ്ഞു. എല്ലാ ബിൽഡപ്പുകളെയും അന്വർത്ഥമാക്കിക്കൊണ്ട്. പേരെന്താണ്? ശില്പ. വിശേഷങ്ങളൊക്കെ ചോദിക്കാം, വരട്ടെ. മോള് പാടിക്കഴിഞ്ഞ് ചോദിക്കാം. ശരി. ഏത് പാട്ടാ മോളെ പാടുന്നത്? അമ്മ തൻ മാറിൽ മുഖം ചേർത്തുറങ്ങുമ്പോൾ. പഠിച്ചു വന്നായിട്ട്. ഈ ഞങ്ങൾ 4 പേര് ഇരിപ്പുണ്ട്, അവിടെ അമ്മ ഇരിപ്പുണ്ട്. ആരെ ഏറ്റവും കൂടുതൽ പേടി? ആരും പേടിയില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാരും പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ കണ്ടു വരികയല്ലേ, പരിചയപ്പെട്ടു. അപ്പൊ എല്ലാരുമായിട്ട് ഫ്രണ്ട്ലി ആയി. അപ്പൊ പിന്നെ എന്തിനാ പേടി? അല്ല, പ്രത്യേകിച്ച് അമ്മ വന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ? അമ്മ പ്രത്യേകിച്ച് വന്നോണ്ട് അമ്മേനെ നോക്കി പാടാന്ന് വിചാരിക്കുന്നു. ശരി, ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടും.
ചേരുവാൻ പീഡമാൻ കുഞ്ഞേയുറങ്ങൂ നീ. അമ്മതന്മാരിൽ മുഖം ചേർത്തുറങ്ങുമ്പോൾ ആരോമലാരെ പേടിക്കാൻ. പൂർണിമ പൂന്തിങ്കൾ പൂവാരിയെറിയുമ്പോൾ പൂമകളാരെ പേടിക്കാൻ. പൂമകളാരെ പേടിക്കാൻ. താങ്ക് യു. ശ്രീയക്കുട്ടി, യെസ് സർ. മോള് മനോഹരമായിട്ട് പാടി. താങ്ക് യു ഒരു സർ. താലോലം പൈങ്കിളി എന്നുള്ളിടത്ത് ഒരു ചെറിയ ശ്രുതി മാറ്റിക്കഴിഞ്ഞാൽ ഇത് മാധുര്യമ്മയല്ലേ പാടിയത്? അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. കാരണം ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആരെ ആ ആരെന്നുള്ളത്, അത് മോള് ഡിറ്റോ ആയിട്ട് പഠിച്ച് പാടി. താങ്ക് യു സർ. മാത്രമല്ല വളരെ പ്രയാസമേറിയ ഒരു സംഭവമാണ്. ആദ്യത്തെ ഒരു ഫീല് കൊടുത്തിട്ട് പെട്ടെന്ന് താളത്തിൽ വരാൻ വേണ്ടി ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കും. അമ്മതന്മാരിൽ മുഖം ചേർത്തുറങ്ങുമ്പോൾ ആരോ അവിടെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. മോള് കൃത്യമായിട്ട് എടുത്തു. താങ്ക് യു സർ. മാത്രമല്ല ഇതിനകത്ത് ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന് വരെ പാടിയിൽ വെച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താലോലം പൈങ്കിളി താലവനക്കിളി തള്ളക്കിളി പുണർന്നുറങ്ങി. പിന്നെ എങ്ങനെയാണ് മോള് വീട്ടിലെങ്ങനെയാ? വീട്ടിലെ കുസൃതി ആള് ആണല്ലേ? ഇവിടെ അത് തന്നെ. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം തുടക്കത്തിൽ ഞാൻ ആദ്യമായിട്ട് ശ്രീയക്കുട്ടിയെ കാണുന്ന ഇവിടെ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വന്നേ? അല്ല ഓഡിഷൻ. ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞല്ലോ. ഇല്ല കഴിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. ഇല്ല കഴിഞ്ഞില്ല, ഞാനിവിടെ പാടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആത്മധൈര്യത്തോടു കൂടി കയറി. കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ആ ടെൻഷനൊക്കെ മാറി മനോഹരമായിട്ട് നന്നായിട്ട് പാടി മക്കളെ. ഞാനിത് മോള് പാടുമ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മാധുര്യമ്മ അതുപോലെ അത് ഒപ്പിയെടുത്ത് വെച്ചേക്കുക. ആ സംഗതി പ്രത്യേകിച്ച് അത് പാടുമ്പോൾ മാധുര്യമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, കാനഡയിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്, കുറേ സംസാരിക്കാറുണ്ട്. മാധുര്യമ്മ ഇപ്പം കാനഡയിലാണ്. മാധുര്യമ്മ മക്കൾക്ക് പോണോ? ആ അമ്മ പാടും ഇപ്പോഴും. അതേ പണ്ട് പാടിക്കൊണ്ടിരുന്ന അതേ ഗത്തിൽ പാടും. അപ്പോൾ എന്തെങ്കിലും അമ്മയുടെ ഒരു പാട്ട് പാടിയാൽ സന്തോഷം. മക്കളെ നന്നായിട്ട് പാടിയതാ മോളെ. എനിക്കുള്ള ഇപ്പോഴും മോളുടെ അടുത്ത് പറയാനുള്ള ഒരു അഡ്വൈസ്, ഈ താലോലം കഴിഞ്ഞിട്ടൊരു ശ്വാസം എടുക്കൽ, അത് മോളെ എപ്പോഴും അതൊന്ന് ചേർത്ത് പാടാൻ ശ്രമിക്കണം. അത്രേ ഉള്ളൂ മോളെ. യെസ് സർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പ്രത്യേകിച്ച് മാധുര്യമ്മയുടെ ഒരു സിംഗിങ് റീക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. ആദ്യം മുതൽ അവസാനം വരെ മോളത് കീപ്പ് ചെയ്യാൻ നോക്കി. നന്നായിട്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് മോളത് പാടിയത്. അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ചക്കരേ, ഫസ്റ്റ് ഈ പാട്ട് സെലക്ട് ചെയ്തതിന് എന്താണെങ്കിലും അമ്മയല്ലേ സെലക്ട് ചെയ്തത്. അമ്മയ്ക്ക് വലിയൊരു കയ്യടി. മക്കള് പാടി ആ അമ്മക്കിളിയെ ഞെട്ടി വിറയ്ക്കാതെ ഒക്കെ ഞാൻ സൂപ്പർ ഇട്ടിട്ട് എന്തൊരു എക്സ്പ്രഷൻ കൊടുത്താണ് പാടിയത്. എന്ത് രസമായിരുന്നു. കാറ്റ് വന്നിട്ടും പേടമാൻ കുഞ്ഞേ, അതല്ല എന്ത് രസമായിട്ട് പാടിയത്. നല്ല പ്രൊനൗൺസിയേഷൻ, നല്ല ആ അർത്ഥത്തിന് എന്ത് ഫീലിംഗ് ഉണ്ടോ അതെല്ലാം കൊടുത്ത് മക്കൾ പാടി. മോളെ അമ്മ പാടുവോ? കാതോട് കാതോരം പാടും. അതിന്റെ ഒരു പല്ലവി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. കാതോട് വിഷുപക്ഷി പോലെ കാതോടു കാതോരം ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം
അല്ല, ഇത് കുറച്ച് ടെൻഷനുണ്ട് എന്ന് എനിക്കറിയാം. ആ ടെൻഷൻ്റെ ഒരു ശകലം മോക്കം ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറയട്ടെ, നല്ല ശബ്ദം. പഠിച്ചിട്ടുണ്ടോ? പാടുമായിരുന്നു ചെറുപ്പത്തില്, കുറച്ച് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്, എല്ലാം പ്രായത്തില്. ഞങ്ങള് ഡിസൈഡ് ചെയ്തത് 99 ആണ്. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നു അമ്മ വന്നു, ശ്രീയക്കുട്ടി എന്തോ ശ്വാസം ഇങ്ങനെ കട്ട് ചെയ്ത് പാടി. അതിനി പാടുവോ? ഇല്ല. അത് മോക്ക് പറ്റും. അതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ആകെ മൊത്തം ഞങ്ങൾ എല്ലാം കൂടെ ആലോചിച്ചു വി ആർ ഗിവിംഗ് യു 100 out of 100. Congratulations, you are awarded a golden crown. ആടി ഒരു അമ്മപ്പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സർ. സർ, പിന്നെ ഒരു കാര്യം, മോളുടെ അച്ഛൻ്റെ അച്ഛൻ ആള് സീസൺ 1ഉം 2ഉം മുടങ്ങാതെ എല്ലാ ദിവസവും കാണുമായിരുന്നു. ഭയങ്കര ആരാധനയായിരുന്നു ടോപ്പ് സിംഗറിനോട്. അപ്പോൾ മോള് എപ്പോഴും വിളിച്ച് പറയും മോള് ഇതിൽ പാടണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ആളിന്ന് ഇല്ല, നമ്മളെ വിട്ടു പോയി. ഇപ്പോൾ അതിൻ്റെ 5ാമത്തെ ദിവസമായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഓഡീഷൻ. അപ്പോൾ ഇപ്പോൾ മോക്ക് ഈ ഫ്ലോറിൽ പാടാൻ പറ്റി. അപ്പോൾ അച്ഛൻ ഇപ്പോഴില്ല, അതിൻ്റെ വിഷമമുണ്ട്. എന്നാലും അച്ഛൻ ഇപ്പോൾ ഇരുന്നിട്ട് കാണുന്നുണ്ടാവും. ഈ ഫ്ലോറിൽ എത്തിയിട്ട് അച്ഛനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ആത്മാവിന്റെ അനുഗ്രഹം മോക്കുണ്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. വരുന്നില്ലേ നിർമ്മലനാഥം, മലപ്പുറത്തിന്റെ സ്വന്തം പാട്ടുകാരി ദേവൂട്ടി. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ദേവരാജൻ മാസ്റ്ററുടെ മേലെ മനത്തെ എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് പാടിയിട്ട് ഹായ് മക്കളെ. ദേവനന്ദക്കുട്ടി വന്നു കഴിഞ്ഞ ഉടനെ ഒരു ആക്ഷൻ ഉണ്ട്, കണ്ടുണ്ടോ? ഒരു തിരി ഇങ്ങനെ വന്നിട്ട് ഒരു തിരി എന്നിട്ട് ഇങ്ങനെ ഒരു ഇനി പറയും. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഡ്രസ്സുകളൊക്കെ ഇപ്പൊ കാണാനേ ഇല്ല, ഇങ്ങനത്തെ മോഡൽ. നല്ല രസമുണ്ട്. ശരിക്കും ഫാഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ മോളെ. ഇപ്പോഴും ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ, അത് ഫാഷൻ അങ്ങോട്ട് കയറ്. അല്ല അല്ല, വേറൊരു കാര്യമുണ്ട് മോളെ. മോളുടെ അടുത്തോട്ട് വരാം. അതിനു മുമ്പ് ഇവിടെ ഒരാളെ കാലത്ത് ഒരു ഫോൺ വന്നു, ഒരു സിനിമാ കമ്പനിയിൽ നിന്ന്, ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന്. ബിജു മേനോന് വരാൻ സാധിച്ചില്ല, പകരം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അണ്ണാച്ചിയെ വിളിച്ചു. നോക്കിയേ, ഒരു ബിജു മേനോന്റെ കട്ടില്ലയോ ഈ അണ്ണാച്ചി. എന്നെ അണ്ണൻ എന്തോ കണ്ണിന് പറ്റിയെന്നാ ഒരു തലമുടി. അണ്ണന് കാലിനാ കുഴപ്പമെന്നാ. കണ്ണിനാണല്ലേ, കണ്ണിലാണ് ഇനീഷ്യൽ പ്രോബ്ലം. അല്ല, ഒരു ബിജു മേനോന്റെ കട്ടില്ലയോ. അതെ, ബിജു കേക്കത് പാവം. ആ മുടി സ്റ്റൈലൊക്കെ ഇന്ന് കംപ്ലീറ്റ് അങ്ങനെ ബിജു മേനോൻ സ്റ്റൈലില്ല. ഏത് പാട്ടാ പാടുന്നേ? മേലെ മനത്തെ നീലിപ്പുലേക്ക്. ആദ്യം തന്നെ ഒരു വലിയ കൈ. എന്താ പാട്ട്? സൂപ്പർ സോങ്, സൂപ്പർ സെലക്ഷൻ. അവള് വന്നിങ്ങനെ എന്തോ ഒരെണ്ണം കത്തിയല്ലോ കുഞ്ഞിന്റെ മനസ്സില്. മക്കള് പറഞ്ഞോ? പാട്ട് ഉള്ള ഫിലിമിന്റെ പേര് കൂട്ടുകുടുംബം. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ് മോളെ. കാരണം ഇപ്പൊ അങ്കിളിന് അങ്ങനെ തോന്നാനും മോള് പാട്ട് എടുത്തോണ്ട് വന്ന് ആ ചിത്രം അതാകാനും ഇതെല്ലാം ദൈവം ഓരോ ദിവസവും ഓരോരുത്തർക്കും ഒന്ന് വിധിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ സംഭവിക്കൂ. ഇന്നത്തെ വിധി നമുക്കൊന്ന് കേൾക്കാം, അല്ലേ? എന്ന് പറഞ്ഞ് പേടിക്കണ്ട. അല്ല, അണ്ണൻ അങ്ങനെ നല്ലതും തോന്നും, ഞാൻ ബിജു മേനാണോ ആണെന്നുള്ളതും തോന്നും. മോള് പാടിയതിന് ശേഷം ഒരു കാര്യം കാണിച്ചു തരാം. അണ്ണൻ ആ കഥയും പറയണം കേട്ടോ. ഒരു ഗജ അജാന്തരം എന്നൊക്കെ പറയത്തില്ല, അജഗജാന്തരം എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം കാണിച്ചു തരാം മോക്ക് സന്തോഷത്തിന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സബാഷ്. നമ്മളെല്ലാരും കൂടെ ആ കുടിലോട്ട് കൊണ്ടുപോയി. ദേവനന്ദ കുട്ടി, നല്ല രസമായിരുന്നു കേട്ടോ മോളെ. മോളെ ഈ എന്താണ് പറയുന്നത്, ലോലമായിട്ട് ഈ ഒരു ശബ്ദത്തിൽ ഇനി ഈ പാട്ട് കേട്ടപ്പോൾ നമ്മളിങ്ങനെ അലിഞ്ഞിരുന്നു പോയി. മാത്രമല്ല ഇതിൻ്റെ ഫെയ്ഡ് ഔട്ട് എന്ന് പറയും, ഒരു പാട്ടിൻ്റെ ഫെയ്ഡ് ഔട്ട് ഉണ്ട്. ആ ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് നമ്മുടെ ടോപ്പ് ബാൻഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തു. ഒരു ഫ്ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ ഇടിച്ചിറക്കുന്ന ഫ്ലൈറ്റ് ഉണ്ട്, അത് നമ്മൾ ഇടിച്ചിറക്കിയിട്ട് ബമ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതങ്ങനല്ല, ചില ഫ്ലൈറ്റ് ഉണ്ട് നമ്മൾ അറിയത്തില്ല ലാൻഡ് ചെയ്തോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് നമ്മുടെ കണ്ണൻ ആൻഡ് ബാച്ചിലും എല്ലാവരും കൂടി ഇങ്ങനെ സൂപ്പർ ലാൻഡിങ് ആയിരുന്നു. മോള് പാടിയതും അതിമനോഹരമായിട്ടൊരു ടേക്ക് ഓഫും ലാൻഡിങ്. പിന്നെ മാത്രമല്ല മോള് പാടിയതിനകത്ത് ഒരു സുഖമുണ്ടായിരുന്നു. ഈ ശബ്ദം അങ്ങോട്ട് എത്തിയായിരുന്നു നന്നായിരുന്നു. എവിടെയാണ് ഈ കല്യാണം അവിടെ ആ സാവര അറ്റം വരെ എത്തിയിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ ചില പോർഷൻസ് ഉണ്ടല്ലോ, എന്താണ് പെണ്ണിന് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കുണുക്ക്, ആ പെണ്ണിനൊരു കുണുക്കിട്ടു ഏതായാലും മോടെ ടേക്ക് ഓഫും ലാൻഡിങ്. മോളെ ആ ഫ്ലൈറ്റില് ഞാൻ പാട്ട് പറഞ്ഞു അണ്ണനോട്. മക്കളെ കുഞ്ഞെ നന്നായിട്ട് പാടി മക്കളെ. മക്കൾക്ക് ആ ശ്വാസം അങ്ങോട്ട് തികയാത്തതിൻ്റെ ചില പോരായ്മകളേ ഉള്ളൂ, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ മക്കൾക്ക് തിരിയാൻ, മക്കളുടെ സ്വഭാവത്തിന് ഇങ്ങനെ തിരിയാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്, തക് തക് തിരക്കെടുത്താം, തക് തക് തിരക്കെടുത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാം, പഴയ ഫാൻ പോലെ. മക്കൾ കണ്ടിട്ടില്ലേ മക്കളെന്തിനാ തിരിയുന്നത്? ചുമ്മാ രസത്തിന്. ആ കൊള്ളാം, പക്ഷെ അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് മക്കളിങ്ങനെ വന്നത് തിരിയുന്നത്. പിന്നെ നന്നായിട്ട് പാടി മക്കളെ, വേറെ ഒന്നും ഇതിൽ പറയാനില്ല. നല്ലൊരു പാട്ട്, നല്ല മോള് നല്ല രസകരമായിട്ട് തന്നെ അത് പ്രസൻറ്റ് ചെയ്തു. കുഞ്ഞിൻ്റെ ശബ്ദം അയ്യോ ഒരു ചുന്ദരി ശബ്ദമാണ്. അപ്പം അതും കൂടെ കേൾക്കുമ്പോൾ കുറേയും കൂടെ സന്തോഷമായി മക്കളെ. മോളെ നല്ല ചോയ്സ് ഓഫ് സോങ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഇടയ്ക്ക് ബ്രത്തിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരാറുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതിൽ പണം പറഞ്ഞെങ്കിലും എനിക്ക് അത്ര ഒരു വലിയൊരു കുഴപ്പം തോന്നിയില്ല. കാരണം അത്രയും ടഫായിട്ട് പാടി അല്ലെങ്കിൽ ബ്രത്ത് ഇഷ്യൂ ഉണ്ടാകേണ്ട ഒരു പാട്ടല്ല. അപ്പോൾ ആ ചോയ്സിൽ തന്നെ മോളൊരു വലിയൊരു സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നന്നായി പ്രസൻറ്റ് ചെയ്തു. ഒരു ലെയ്ഡ് ബാക്ക് ആയിട്ട് വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് നിന്ന് മോൾ പാടി, ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. മോൾ അടുത്ത ഒരു വേർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ തന്നെ ആവട്ടെ മോളെ. അപ്പോൾ വളരെ സന്തോഷം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. ഇനി അത് പറയണം. ചക്കര സുന്ദരി വാവേ, നന്നായിരുന്നടാ. മക്കളുടെ സൗണ്ടിന് അത് നന്നായിട്ട് ചേരുന്നു ഈ പാട്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു ചലഞ്ചിങ് പോർഷൻ എന്ന് പറയുന്നത് ആ എൻഡിങ് സംഗതികളെല്ലാം 3 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. മകരിപ്പന അവിടെ വരുമ്പോഴത്തേക്ക് മോക്ക് എൻഡ് ആകുമ്പോൾ കുറച്ചൊന്ന് ശ്വാസം, അത് കുഴപ്പമില്ല, അത് ആർക്കാണേലും വരും. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ സ്വന്തം വിജയം കൊച്ചച്ചനും ലളിത ചിറ്റേ ഒരിക്കലും ഇന്ന് വരെ മുടങ്ങാതെ ടോപ്പ് സിംഗർ കണ്ട ആരാന്ന് ചോദിച്ചാൽ അതിലൊരു ഫാമിലി, നിറയെ പേരുണ്ട്, അതിലൊരു ഫാമിലിയാണ് എൻ്റെ സ്വന്തം വിജയം കൊച്ചച്ചനും ലളിത ചിറ്റേ. അപ്പോൾ ആ വിജയം കൊച്ചച്ചനും ലളിത ചിറ്റയ്ക്ക് ഒരു ഹൈ നമ്മളെല്ലാവരും കൊടുക്കണം. എന്തായാലും രണ്ടുപേർക്കും വിജയം കൊച്ചച്ചനും ലളിത ചിറ്റയ്ക്ക് വലിയ ഹായ്. എല്ലാവരുടെയും ഹൈ. എന്തൊരു ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞില്ലേ? മക്കള് മറന്നില്ല. മാർക്കല്ല, ശരത്തിന്റെ ഫോട്ടോയെ കാണുന്നത് ഇട്ടുകൊടു. ഇതിനൊരു അടിക്കുറിപ്പുണ്ടേ. ഒരു കഥയുണ്ട്. ഇതിന് എനിക്ക് ഉത്തരം തരേണ്ടത് അണ്ണാച്ചി തന്നെയാണ്. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ഉദ്ദേശം, എന്താണ് ഉദ്ദേശം? നിങ്ങൾ ഇവിടെ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഹൈറ്റുള്ള വലിയ ഫാനാണ് ഞാൻ. അപ്പൊ ഈ ഒരു പടം കണ്ടപ്പം എന്റെ മോളെ കൊണ്ട് ക്ലിക്ക് വെച്ചതാ. ഇത് കണ്ട വേറൊരു അണ്ണാച്ചിയായിട്ട്. ഈ അണ്ണാച്ചി എന്റെ ഡാർലിംഗ് ആണ്. പേടിച്ചിട്ടാ. ദേവനന്ദ കുട്ടി, ഇത് നമ്മളെ തീരുമാനിച്ച 98 ആണ്.
പക്ഷേ മോള് ആ ശ്വാസം മാത്രമാണ് പോയത്. പിന്നെ പറഞ്ഞ് ശകല സംഭവങ്ങൾ. ബട്ട് ഒരു പ്രോത്സാഹനം എല്ലാ കുട്ടികൾക്കും വേണ്ടേ? എല്ലാ കുട്ടികൾക്കും ഒരു പ്രോത്സാഹനം വേണം, ഒരു സന്തോഷം വേണം. സോ വി ആർ ഗിവിംഗ് യു 99 out of 100. ആടി ഒരു മേലേ മാനത്തെ പൂക്കുറ്റി. Congratulations, you are awarded a super supreme. MG അങ്കിളെ, നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? സംശയമില്ല, നമ്മുടെ ശ്രീയക്കുട്ടി, ശ്രീയ മനീഷ്. വെൽക്കം ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. മുഖം ചേർത്തുറങ്ങുമ്പോൾ ആരോ മലാരെ പേടിക്കാൻ പൂർണിമ പൂന്തിങ്കൾ പൂവാരി ശ്രീയക്കുട്ടിക്ക് മെലു നൽകുന്ന അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഡൂപ്പർ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ, ബൈ ബൈ, സീ യു.